ഓണനാളുകളെ വരവേൽക്കാനായി ഇതാ ചിങ്ങമാസം തുടങ്ങിയിട്ട് ഇന്നേക്ക് മൂന്നാമത്തെ ദിവസം. അപ്പോൾ മൂന്നാം നാളിലത്തെ ഡേ ഇൻ മൈ ലൈഫ് ആണ് ഇന്നത്തെ വീഡിയോ. ഒരാഴ്ചയോളം അടുപ്പിച്ച് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്കത് പറ്റുമോയെന്ന് അറിയില്ല, പറ്റുന്നിടത്തോളം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ അതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ രാവിലെ തന്നെ നേരത്തെ വിളക്കൊക്കെ വെച്ചുകൊണ്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ ചിങ്ങമാസം തുടങ്ങിയിട്ട് എന്നും വിളക്ക് വയ്ക്കുന്നുണ്ട്. നമ്മൾ കർക്കിടക മാസം തൊട്ടേ ഡെയിലി രാവിലെ എന്നും വിളക്ക് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ തുടർച്ചയായിട്ട് അതങ്ങനെ ചെയ്തു പോണതാണ് കേട്ടോ. രാവിലെ നേരത്തെ വിളക്ക് വയ്ക്കുന്നത് നമുക്ക് പറ്റുന്ന ദിവസങ്ങളിൽ പരമാവധി രാവിലെ വയ്ക്കാൻ നോക്കാറുണ്ട്. ഇന്നിതാ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി മുട്ടക്കറിയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. എന്താ പറയുക, അത് പരത്തി ഉണ്ടാക്കാൻ നിൽക്കുന്ന സമയം കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്ന് അത് പരത്തിലൊന്നും നടക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അത് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അത് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ബാക്കിയുള്ള വീഡിയോസ് എടുത്ത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇത് ഉച്ചയ്ക്കുള്ള ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. മുരിങ്ങയില നല്ല തളിര ഇലയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയപ്പോൾ. പിന്നെ ഇതാ സനിക്കുട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നൂഡിൽസാണ് കേട്ടോ ഉണ്ടാക്കിയത്. നൂഡിൽസ് അതോ മാഗിയാണെന്ന് തോന്നണു. സനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞാറ്റ അങ്ങനെ കഴിക്കൊന്നുമില്ല, എന്നാൽ പോലും ഒന്നോ രണ്ടോ ആയ കുഞ്ഞാറ്റയും കഴിക്കും. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മാഗിയാണ് ഉണ്ടാക്കി കൊടുക്കാറ്. പിന്നെ ഇതാ ഞാൻ ഈ ഫോണിൽ കുത്തി കുറിക്കുന്നത് എന്താണെന്നല്ലേ, പ്രത്യേകിച്ച് ഒന്നുമല്ല, ഇന്ന് ലേണിങ്ങിൻ്റെ എക്സാമാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസമായിരുന്നു കേട്ടോ നമ്മുടെ ലേണിങ്ങിൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നത്. അന്ന് എന്തോ മഴയൊക്കെ കാരണം ഭയങ്കര പ്രശ്നമായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതാ ഇന്നത്തേക്കാണ് കേട്ടോ ഡേറ്റ് മാറ്റി തന്നിട്ടുള്ളത്. എന്ത് സംഭവം എന്ന് ചോദിച്ചു, ഞാനിതാ ഇന്ന് പോകുന്ന അന്നാണ് കേട്ടോ രാവിലെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുന്നത്. ഇതുവരെ സമയം കിട്ടിയിട്ടില്ല എന്ന് പറയാം. എന്താ പറയുക, സമയം കിട്ടാഞ്ഞിട്ടല്ല കേട്ടോ, അതങ്ങനെ വായിച്ച് നോക്കാറില്ല. നാളെ എന്ന് പറഞ്ഞിട്ടിരിക്കുക. ഇനിയിപ്പോൾ സമയം ഉണ്ടല്ലോ അപ്പോൾ നോക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് കേട്ടോ. ഞാനിവിടെ എത്ര നേരത്തെ നീച്ചാലും സനുവിനെ സ്കൂളിലേക്ക് പോകാനാകുമ്പോൾ ഒരു ഓട്ടപ്പാച്ചിലാണ് നമ്മളിവിടെ. പുലർച്ചെ നീച്ചാലും 6 മണിക്ക് നീച്ചാലും 7 മണിക്ക് നീച്ചാലും എപ്പോഴായാലും സനുവിനെ സ്കൂളിലേക്ക് വിടുന്ന ടൈമില്ല. അപ്പം എന്താ പറയുക, ഭയങ്കര തിരക്ക് ഓടിപ്പാച്ചിലും ആകെ തിടുക്കം കൂട്ടലാണ് കേട്ടോ ആ സമയത്ത് ഉണ്ടാവാറ്. നമ്മുടെ സനുക്കൂട്ടിയുടെ മുടി കുറച്ച് നീളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുത്താലോ എന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ടാക്കി, ഇങ്ങനെ ഇതുവരെയായിട്ടും കെട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ മുടി കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ പകുതി ഫ്രണ്ടിലൊക്കെ നമ്മൾ ഒരുപാട് വെട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്നും പിടിച്ചാൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ കെട്ടണ്ടെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ കെട്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ സനുവിന് ഇങ്ങനെ കെട്ടിയേ പറ്റുള്ളൂ. എന്നിട്ട് എങ്ങനെയൊക്കെയോ ഒന്ന് സെറ്റാക്കിയിട്ട് മുടി കെട്ടി കൊടുത്തു. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുഞ്ഞാറ്റ് നീച്ചോ എന്ന് നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ അതൊന്ന് നന്നായി തലയിൽ എണ്ണ ഇട്ടിട്ടും മുഖത്തൊക്കെ നല്ല പോലെ എണ്ണ ഇട്ടിട്ട് തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ മുഖം ഇങ്ങനെ ഒരുമാതിരി കളർ പോലെ തോന്നുന്നത്. അതുകൊണ്ടാണ് മുടി ഇങ്ങനെ കെട്ടണതും. അല്ലെങ്കിൽ നമ്മൾ 2 പുറം കൂട്ടിയിട്ടല്ലേ കെട്ടാറ്. ഞാനിതാ തല നനച്ച് കൊടുക്കുന്ന സമയത്ത് മുടി ഇങ്ങനെ 2 പുറം കെട്ടി കൊടുക്കാറില്ല കേട്ടോ. ഒന്നല്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ട് തല നനപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഇന്നിപ്പോൾ സനുക്കുട്ടി സ്കൂളിലേക്ക് പോണത്. അന്ന് വയ്യായും പനിയൊക്കെ ആയിട്ട് ഒരാഴ്ചയോളം പോയിട്ടില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ സ്കൂളിൽ പോയിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ഉണ്ടായിരുന്നു. ഇതപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് ഇവിടെ നിന്ന് സ്കൂളിലേക്ക് കാലെടുത്ത് വെക്കണത്. ഞാൻ വിചാരിച്ചു ഇന്ന് പോകുമ്പോൾ ഭയങ്കര വാശിയും മടിയൊക്കെ ഉണ്ടാവും. ഒന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിൽക്കാനുള്ളൊരു മടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളൊന്ന് പറയട്ടെ, ഇങ്ങനെ സനുക്കുട്ടിക്ക് ഇങ്ങനെ മുടി കെട്ടുമ്പോൾ ഭംഗിയുണ്ടോയെന്നൊന്ന് കമൻറ്റിൽ പറയണേ. സനുക്കുട്ടീനെ സ്കൂളിലേക്ക് വിട്ടിട്ട് അങ്ങനെ നേരെ ഞങ്ങൾ എക്സാമിന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്കാണെന്ന് ഭയങ്കര ടെൻഷനാണ് ഇങ്ങനെ സമയം എടുക്കും തോറും. 7 മണിയായി 8 മണിയായി ഇനി 8:45 സനുവിനെ വിട്ട് കഴിഞ്ഞാൽ പറയുമ്പോഴേക്കും സമയം ഇങ്ങനെ പോവല്ലേ. അപ്പോൾ എനിക്ക് 10 മണിക്ക് എക്സാമിന് എത്തണം. അയ്യോ ഒന്നും പഠിച്ചിട്ടില്ല, ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ എനിക്ക്.
അതിൻ്റെ ഇടയിൽ ഏട്ടനാണെന്ന് വന്നിട്ട് ഓരോന്ന് കാണിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടൻ വന്ന് കളിയൊക്കെയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എന്തത്ര പഠിക്കാനുള്ളത്, ആകെ 10-20 ചോദ്യമേ വരുള്ളൂ, അതിൽ 12 എണ്ണല്ലേ പാസ്സാവേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. ശരിയാണ്, സിമ്പിളാണ്, 10-20 ചോദ്യമേ വരുള്ളൂ. പക്ഷെ വണ്ടീനെ കുറിച്ച് അന്തം കൊണ്ടും ഇല്ലാത്ത എനിക്ക് 10-20 ചോദ്യം എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഏട്ടൻ പറയുക, ഏട്ടനൊന്നും പഠിക്കാണ്ട് പോയിട്ട് പാസ്സായതാണ്, എന്നിട്ട് വരെ പാസ്സായി. എനിക്ക് പക്ഷെ അങ്ങനെ പറ്റില്ല, വണ്ടീനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. എന്താ പറയുക, വണ്ടി ഏത് സൈഡിൽ കൂടെ ഓടിക്കാതെ പോലും എനിക്ക് നേരെ വണ്ണം അറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളിത് പഠിച്ച് തുടങ്ങിയപ്പോഴാണ് ഒക്കെ അതിനെ കുറിച്ചിട്ടൊന്നും അറിയാൻ തുടങ്ങിയത്, അല്ലാണ്ട് വണ്ടിയെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ല. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് എക്സാം അതിപ്പോൾ ഒന്നല്ല 12 അല്ല 5 ചോദ്യമാണെങ്കിൽ പോലും ഭയങ്കര ടെൻഷനാണ്. എനിക്കങ്ങനെയാണ് കേട്ടോ. ഒന്നും അറിയാത്തതൊക്കെ നമുക്ക് എത്രയും ടെൻഷൻ ഉണ്ടാവില്ല. അതിപ്പോൾ എത്ര സിമ്പിൾ ചോദ്യമായിരുന്നാലും ഇതിപ്പോൾ പിന്നെ വല്ലാണ്ട് കുത്തി കുറിക്കണ്ടെന്ന് മാത്രം. ഭയങ്കര നമുക്ക് കമ്പ്യൂട്ടറിൽ ചോദ്യം ഉണ്ടാവും, അതിലെ ആൻസർ നൽകിയാൽ പോലെ, അത്ര മാത്രം കുഴപ്പമില്ല എന്ന് മാത്രം. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അതിലത്തെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് വല്ലാണ്ട് കുഴപ്പമില്ല. നമുക്ക് ഈ ഫോണിൽ തന്നെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു, അതിൽ നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ബുക്ക് തൊട്ടിട്ടുണ്ടായിരുന്നു, ബുക്ക് തൊട്ട സത്യം പറഞ്ഞാൽ എത്ര 200-300 ഒക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിലൊരുപാട് കൺഫ്യൂഷൻസ് പോലെയായിരുന്നു. എനിക്ക് ചിഹ്നങ്ങൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, അതിലൊന്നും അറിയാത്ത എനിക്ക് അതൊക്കെ വായിച്ച് എങ്ങനെ മനസ്സിലാവുക. പോകുന്ന വരെ അതിങ്ങനെ നോക്കിയിട്ട് പഠിക്കുകയായിരുന്നു കേട്ടോ. വണ്ടിയിൽ പോണ വഴിക്കൊക്കെ അത് നോക്കിയിട്ട് പഠിക്കുന്നതായിരുന്നു. പിന്നെ നമ്മൾ പോണ വഴിക്ക് സനുവിനെ അവളുടെ കൂട്ടുകാരത്തിൻ്റെ വീടിൻ്റെ അവിടെ ഉണ്ടാക്കിയത്, അവിടുന്ന് ബസ് കയറ്റിയിട്ട് വിടുകയാണ് കേട്ടോ ചെയ്തത്. എനിക്കിങ്ങനെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കാൻ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. പക്ഷേ അതിലത്തെ അടയാളങ്ങളൊക്കെ ഓരോ ചിഹ്നങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒന്നും അറിയില്ലല്ലോ. അപ്പം അത് എനിക്കൊന്ന് ഒരുപാട് കൺഫ്യൂഷൻസ് തോന്നുന്ന പോലെ തോന്നി. ഒരേപോലത്തെ അടയാളങ്ങളും അത് മാത്രം കുറച്ച് കൺഫ്യൂഷൻസ്. ഞാൻ ആകെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസ് മാത്രം വരരുതേന്നായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ നാളായിട്ടോ വെയിറ്റൊക്കെ ഒന്ന് നോക്കിയിട്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ വെയിറ്റ് ലോസൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ നല്ലപോലെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ വെയിറ്റ് ഒന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 53 ഉണ്ടായിരുന്നു, 54 ആയി എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ചും ഇന്നിപ്പോൾ വെയിറ്റ് നോക്കാൻ കാരണം ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നല്ല ഫുഡ് അടിയാണ്. ഏട്ടൻ ഇല്ലെങ്കിലും ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, ആദ്യത്തെ പോലെ വെയിറ്റ് ലോസ് ഒന്നും അങ്ങനെ നോക്കാറില്ല. അത്യാവശ്യം നല്ല പോലെ ഫുഡ് അടിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ബിരിയാണി ആയാലും അങ്ങനെയൊക്കെ ഏട്ടൻ വന്ന സമയത്ത് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വടക്കാഞ്ചേരി പോയി ലേണിംഗ് എക്സാമൊക്കെ എഴുതി. എന്തോ ഭാഗ്യത്തിന് പാസ്സായി. ഞാൻ പ്രതീക്ഷിച്ച അത്രയും ടഫുള്ള ചോദ്യങ്ങളൊന്നും വന്നില്ല കേട്ടോ. എന്നാലും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കലും ഞാൻ ഈ ഫോണിൽ പഠിക്കുന്ന പോലത്തെ ചോദ്യങ്ങളല്ല കേട്ടോ ഉണ്ടായിരുന്നു. പറയണ പോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ കണ്ട് കൺഫ്യൂഷൻ ആവും. പിന്നെന്താ, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ആരും ഉണ്ടാവില്ല, അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ 10-50ഓളം മുകളിലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വരിയുണ്ടായിരുന്നു. ആ ഒരു നേരം കൊണ്ട് പുതിയ 2 ഫ്രണ്ട്സിനെ കിട്ടിയിട്ട് ഒരുപാട് പേരായിട്ട് കമ്പനിയായി. ടെൻഷൻ അടിച്ച് കയറാൻ നേരം ഭയങ്കര കൈ പറയലും ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. പാസ്സായി കഴിഞ്ഞപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഭയങ്കര ചിരിയോട് കൂടിയിട്ടു. പെട്ടെന്ന് ടെൻഷനാവാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഒന്നും നമുക്ക് വണ്ടീനെ കുറിച്ച് ഒന്നും അറിയില്ല. പിന്നെ ഒക്കെ വായിച്ചൊരു ലെവലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ അവിടുത്തെ മാഡം നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന സ്റ്റാർട്ടിങ് ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ ഒന്നും മനസ്സിലായില്ല. എന്തൊക്കെയോ പിൻ നമ്പർ അടിക്കണം, പാസ്വേഡ് അത് ഇത് പറഞ്ഞപ്പോൾ ആകെ കൺഫ്യൂഷനായി. അതും കൂടി ആയപ്പോൾ പെട്ടെന്ന് ടെൻഷനായിട്ടോ. അങ്ങനെ എന്തായാലും പാസ്സായി, ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ എന്നേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലവ് വേണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഓ പിന്നെ വാങ്ങി തരാമല്ലോ, നമുക്ക് അകമല പോയിട്ട് അന്നദാനം കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ദേ വരുന്ന വഴിക്ക് നമ്മൾ അകമലയിൽ നിന്ന് അന്നദാനമൊക്കെ കഴിച്ചു കേട്ടോ. കുറച്ച് ചോറാണ് വെച്ചാൽ ഒരുപാട് വയറ് നിറയുന്നൊരു ഫീലായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് അവിടുത്തെ ഫുഡ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. സാമ്പാറും പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ വയറ് നിറയെ അത് മതി കേട്ടോ. പിന്നീട് ഇതേ ചെറുതുരുത്തി മാസത്തിൽ വന്ന് നമ്മൾ അതിൻ്റെ ഫയലൊക്കെ കൊടുത്തു. ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ 8 ഇടുകയാണ്. അപ്പോൾ എന്തായാലും 1 മാസത്തിനുള്ളിൽ ഡ്രൈവിങ് പഠിച്ചിട്ട് പോയിട്ട് അതിൻ്റെ ഡേറ്റ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും അതും കൂടി കഴിഞ്ഞ് കിട്ടിയാലാണ് കേട്ടോ അതിൻ്റെ ടെൻഷൻ മാറൽ. 8 ഇടുക ഇപ്പം തന്നെ ആലോചിക്കാൻ വയ്യ. അപ്പോൾ എന്തായാലും അതും കൂടി പാസ്സാവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഇനി പറ്റുന്ന ദിവസങ്ങളിലൊക്കെ 8 ഇടാൻ പഠിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഡേറ്റ് എടുക്കണം. ലേണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വണ്ടി എടുക്കണമെങ്കിൽ ലൈസൻസ് ഉള്ള ഒരാൾ ബാക്കിൽ ഉണ്ടായാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.